യുവതലമുറയുടെ ജൻസി വിപ്ലവമാണ് നേപ്പാളിലെ ജനാധിപത്യ സർക്കാരിന്റെ അടിത്തറ ഇളക്കിയത്. ഏകീകൃത സമരരൂപമോ സംഘടനയോ ഇല്ലാതെയാണ് സർക്കാരിനെ വീഴ്ത്തിയ സമരം. സമൂഹ മാധ്യമങ്ങൾ ലഭ്യമല്ലാതായതോടെ സ്കൂൾ കോളേജ് യൂണിഫോമുകൾ ധരിച്ച് ജൻസി തലമുറയിൽപ്പെട്ട 10,000-കണക്കിന് യുവാക്കൾ തെരുവിലിറങ്ങിയ അത്യപൂർവ സമരത്തിനാണ് കാഠ്മണ്ഡു സാക്ഷ്യം വഹിച്ചത്. സമൂഹ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്കിനെയും രാജ്യത്ത് അഴിമതി സംസ്കാരം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടും തലസ്ഥാനമായ കാഠ്മണ്ഡുവിലേക്ക് ഇന്നലെ രാവിലെ യുവാക്കൾ മാർച്ച് സംഘടിപ്പിച്ചതോടെയാണ് ജൻസി സമരം ശ്രദ്ധ നേടിയത്. പാർലമെന്റ് മന്ദിരം ഉൾപ്പെടെയുള്ള നിയന്ത്രിത മേഖലകളിലേക്ക് ബാരിക്കേഡുകൾ മറികടന്ന് പ്രക്ഷോഭകർ പ്രവേശിച്ചതോടെ പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചു. 19 പേർ കൊല്ലപ്പെടുകയും 300ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടെ സർക്കാർ പ്രതിരോധത്തിലായി. കാഠ്മണ്ഡു മേയർ ബാലേന്ദ്ര ഷാ, മുൻ TV അവതാരകനും മുൻ ഉപപ്രധാനമന്ത്രിയുമായ റാബി ലാമിച്ചനെ തുടങ്ങിയ യുവ നേതാക്കൾ സമൂഹ മാധ്യമങ്ങൾ വഴി നടത്തിയ അഴിമതി വിരുദ്ധ പ്രചാരണവും സമരക്കാർക്ക് പ്രചോദനമായെന്നാണ് വിലയിരുത്തൽ. സാമൂഹ്യ പ്രവർത്തകനായ 36-കാരൻ സുധൻ ഗുരുങ്ങാണ് സർക്കാരിനെ വീഴ്ത്തിയ സമരത്തിന്റെ ബുദ്ധികേന്ദ്രമായി കണക്കാക്കുന്നത്. 2015 ഭൂകമ്പത്തിന് ശേഷം രൂപീകരിച്ച യുവാക്കളുടെ NGO ആയ ഹാമി നേപ്പാളിന്റെ പ്രസിഡന്റാണ് സുധൻ ഗുരുങ്. സ്കൂൾ യൂണിഫോം ധരിച്ചും പുസ്തകങ്ങൾ കയ്യിലേന്തിയും പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗമാകാൻ ആയിരക്കണക്കിന് കുട്ടികളോട് സുധൻ ഗുരുങ് ആഹ്വാനം ചെയ്തിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.